ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂൺ ടെൻ റീഡിംഗ് ബൈ അമ്മു. സോ ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴും പറഞ്ഞ പോലെ ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മൊത്തം എടുക്കുക, അല്ലാതെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ജനറൽ റീഡിംഗ് ബേസ് ചെയ്ത് ഒരാളും ആക്ഷൻ എടുക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. യു വേഴ്സസ് ദം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്കിത് കിട്ടിയ കാർഡ്സ് എന്ന് പറയുന്നത്. ആദ്യത്തെ ഒരു കാർഡ് എന്ന് പറയുന്നത് 4 ഓഫ് കപ്പിൽ തുടങ്ങി 3 ഓഫ് വൺസിലാണ്. അതായത് നിങ്ങളുടെ ഇടയിലുള്ള ബ്ലോക്ക് അതാണ് ഇവിടെ കൂടുതലായിട്ട് കാണിക്കുന്നത്. അതൊക്കെ മാറ്റണം എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുന്നുണ്ട്. ഒരുപാട് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് എന്ത് പറഞ്ഞാലും നിങ്ങളെ ആ ഒരു പേഴ്സൻ്റെ ഒരു എനർജി പ്രകാരം നിങ്ങളുമായിട്ടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. പുറമേ എന്താണ് നിങ്ങളില്ലെങ്കിലും കുഴപ്പമില്ല, ഹാപ്പിയാണെന്ന് കാണിക്കുമ്പോഴും പേഴ്സൻ്റെ ഒരു എനർജി പ്രകാരം നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനുള്ളത്. അതായത് നിങ്ങളുടെ ഇടയിലുള്ള ഒരു ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ഒരു പേഴ്സണെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം എന്നുള്ള രീതിയിലൊക്കെ വ്യക്തി ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ പറയാനുണ്ടെങ്കിൽ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുന്നുണ്ടാവും. ഉള്ളിൽ നിങ്ങൾക്കും ഒരു മിസ്സിങ് ഫീലിംഗ് ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അത്രമേൽ അല്ലെങ്കിൽ പുറമേ കാണിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ കുറേ ആൾക്കാരെന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് എന്നുള്ളത് ഫീലിങ്സൊക്കെ അതേപോലെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോഴും നിങ്ങളെ ഒരുപാട് ഹേർട്ടാക്കിയിട്ടുണ്ടാകും. ഇവിടെ ഇപ്പോൾ പറയാമെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ വളരെയധികം ഇമോഷണലി മെൻ്റലി ആ ഒരു പേഴ്സൺ മിസ്സിങ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതായത് ഇമോഷണലി നിങ്ങളുടെ എനർജിയുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ഒന്നും കൂടി ഈ ഒരു പേഴ്സണുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നുള്ളതാണ്. നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് ദ ഹാങ്ഡ് മാൻ ആണ്. അതായത് വ്യക്തിക്ക് അറിയില്ല എന്തുകൊണ്ടാണ് ഇത്രയും ഏറെ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ എനർജി അറിയാതെ പോലും നിങ്ങളുടെ എനർജിയുമായിട്ട് ഇങ്ങനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാകുന്നത് എന്നുള്ള രീതിയിലേക്ക് കാണിക്കുന്നു. ഒരുപാട് ഓർമ്മകളാണ്. നിങ്ങളെക്കുറിച്ച് കുറ്റം പറഞ്ഞ സമയത്തൊക്കെ ആ ഒരു വ്യക്തി ഇത്രയും അല്ലെങ്കിൽ ഒരു അനുഭവിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ പോകെ ഡേ ബൈ ഡേ എന്നുള്ള രീതിയിൽ ആ ഒരു വ്യക്തിൻ്റെ എനർജി ഒരു ഹാങ്ഡ് മാൻ എനർജിയാണ്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഒരു അല്ലെങ്കിൽ ചെയ്തു പോയതൊക്കെ കുറച്ച് കൂടിപ്പോയി, അതിൽ കുറ്റം പറഞ്ഞിട്ടുണ്ടാകാം. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഇമോഷണലി നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാകാം. അതിനെക്കുറിച്ചൊക്കെ ഓർത്തൊരു റിഗ്രറ്റിംഗ് എനർജിയാണ് കാണിക്കുന്നത്. നോക്കി നോക്കാം ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഈ ഒരു ടൈം. വി ഹാവ് ദ കിങ് ഓഫ് വളരെ പാഷനറ്റ് ആയിട്ടുള്ള എനർജിയാണ്. ഞാൻ പറഞ്ഞു, ആ ഒരു വ്യക്തിയുടെ ഉറക്കം കെടുത്തുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളിലൂടെ ആ ഒരു വ്യക്തി കടന്നു പോകുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ 10 ഓഫ് പെൻഡക്കിൾ എന്ന് പറയുന്ന ഒരു ഹാപ്പി ഫാമിലി, അതായത് നിങ്ങൾ ഒരുമിച്ച് കണ്ട ദ 10 ഓഫ് പെൻഡക്കിൾ, ദ 10 ഓഫ് കപ്സ് എന്നുള്ളത് ഒരു ഹാപ്പി ഫാമിലീനെ കാണിക്കുന്ന ഒരു കാർഡാണ്. അതായത് വളരെയധികം അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത ആ ഒരു മൊമെൻറ്റ്സ്, ചിലപ്പം ഈ ഒരു പേഴ്സണുമായിട്ട് മാരേജ് കഴിച്ച പേഴ്സണൊക്കെ ആണെങ്കിൽ ഒരു കുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. അതിനെക്കുറിച്ച് ഓർക്കുകയാണ്. നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ഹാപ്പി മൊമെൻറ്റ്സ് ഒക്കെ ഓർക്കുകയാണ്. അതൊക്കെ ഓർത്ത് ആ ഒരു പേഴ്സൺ ഉറക്കമില്ലാത്ത രീതിയിലുള്ള അവസ്ഥയൊക്കെയാണ് കാണിക്കുന്നത്. ദ നൈറ്റ് ഓഫ് വോൺസ് എന്ന് പറയുന്നത് വീണ്ടും അത്തരത്തിലുള്ള ഒരു എൻജോയ്മെൻറ്റ് വേണം. അത് കിട്ടുമോ എന്നുള്ളതല്ല കാര്യം, പക്ഷെ ആ ഒരു പേഴ്സൺ അൺനോയിങ്ലി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് ഓർമ്മകളിൽ കണക്ട് ചെയ്താണ് ആ ഒരു പേഴ്സന് ചുറ്റും ഒരുപാട് ഇവൻറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ടാകാം. അതായത് അതിലൊന്നും അല്ല പേഴ്സൻ്റെ ചിന്ത. എന്ത് തന്നെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ആ ഒരു വ്യക്തി തിരയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ് എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. എനർജറ്റിക്കലി നിങ്ങളുടെ എനർജിയുമായിട്ടാണ് ആ ഒരു പേഴ്സൻ്റെ എനർജി അട്രാക്റ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ള രീതിയിലാണ് പറയാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ തന്നെ അതിനുള്ള കാരണം എന്ന് പറയുമ്പോൾ 3 ഓഫ് സോഡ കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് വീണ്ടും നിങ്ങളെ ഹേർട്ട് ചെയ്തതിനുള്ള പകരം എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. ഒരു തിരിച്ചറിവ് എന്നുള്ള രീതിയിലേക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എന്നുള്ള പേഴ്സൻ്റെ ഒരു പേഴ്സണാലിറ്റി, ഒരു ക്യാരക്ടർ, അതൊക്കെ ഈ ഒരു ടൈം ആ ഒരു പേഴ്സൺ ആലോചിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഇതിനെന്ന് പറയുന്ന തേർഡ് പാർട്ടി പേഴ്സൺ എന്നുള്ളത് അല്ലെങ്കിൽ സിറ്റുവേഷൻ എന്നുള്ളത് ഉണ്ടാവാം. അതുപോലെ തന്നെ അവിടെയും ആ ഒരു പേഴ്സൺ ഒരു വിചാരിച്ച പോലെയല്ല, ഒരു തിരിച്ചറിവ് ഉണ്ടായി തുടങ്ങിയ സമയത്താകാം ചിലപ്പോൾ നിങ്ങളുടെ വില മനസ്സിലാക്കുന്നുണ്ടാവുന്നത് എന്നുള്ള രീതിയിലേക്ക് കാണിക്കുന്നത്. അത് ആ ഒരു പേഴ്സൺ അങ്ങനെ പറഞ്ഞാലും ഇല്ലെങ്കിലും ആ ഒരു രീതിയിലാണ് വ്യക്തിയുടെ എനർജി പോകുന്നത്. അതായത് ഉദ്ദേശിച്ച് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് അക്കരെ പച്ചതടി അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന പേഴ്സൺസ് ആയിരിക്കാം, പക്ഷെ അങ്ങനെയല്ല എന്ന് കാണുമ്പോൾ വീണ്ടും നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്താണെന്നും നിങ്ങളുടെ വില എന്താണെന്നും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പേര് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ചിലപ്പോൾ അന്ന് തന്നെ പറയുന്നുണ്ടെങ്കിൽ ആ ടൈം ആ ഒരു പേഴ്സണും അതേപോലെ നിങ്ങളെപ്പറ്റി നെഗറ്റീവ് അവർ പറഞ്ഞ സമയത്ത് വിശ്വസിച്ച് പോയിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് ആ ഒരു പേഴ്സൺ റിഗ്രറ്റിംഗ് എനർജിയാണ്, നിങ്ങളെ വിഷമിപ്പിച്ച് പോയി എന്നുള്ള രീതിയിലുള്ള ഒരു എനർജിയൊക്കെ, ഒരു കുറ്റബോധമൊക്കെ പേഴ്സൻ്റെ മൈൻഡിലുണ്ട് എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു പേഴ്സൺ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ആ ഒരു പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറയുന്ന ടവറാണ്, ദ മൂണാണ്.
ദ ടു ഓഫ് സോഡാണ്, ദ എയ്റ്റ് ഓഫ് സോഡാണ്, ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറയുന്നത് ത്രീ ഓഫ് വൺസ്. എനിക്കിവിടെ അധികം കൂടുതലുള്ള ആക്ഷൻ എന്നുള്ള രീതിയിലൊന്നും എനിക്കങ്ങനെ കാണുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൻ്റെ ഇപ്പോഴുള്ള പെയിൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി എന്നുള്ള രീതിയിൽ കോസ് ചെയ്ത പെയിൻ ആകാം നിങ്ങളുടെ അടുക്ക വരണം എന്ന് തോന്നുമ്പോൾ അതിന് ചുറ്റും ഒരു തടസ്സം എന്നുള്ള രീതിയിലൊരു എനർജി ആ ഒരു പേഴ്സണിന് ചുറ്റപ്പെട്ട് നിൽക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ പേഴ്സണ് സ്വന്തമായിട്ടൊരു അഭിപ്രായം എടുക്കാൻ പറ്റാത്ത, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള സിറ്റുവേഷനാണ് എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. ത്രീ ഓഫ് വൺസ് എന്ന് പറയുന്നത് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാത്തതും അതുപോലെ തന്നെ ഒരു ദൂരത്തിൽ നിന്നൊരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു എനർജി തന്നെയാണ്. ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഒരു എനർജിയാണ്. കാരണം അതിന് ആ ഒരു വ്യക്തിക്ക് ഒരു അഭിപ്രായം പറയുന്നതിനേക്കാൾ കൂടുതൽ ആ ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും ഒരു എനർജി, അല്ലെങ്കിൽ ഒരു ഫെമിനൈൻ ക്യാരക്ടർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്വാധീനിക്കുന്ന ഒരു പേഴ്സൺ, അല്ലെങ്കിൽ അത് ഫാമിലി മെമ്പേഴ്സ് ആകാം. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പേഴ്സൺ, വേറൊരു പേഴ്സൺ, പാർട്ട്ണർ എന്നുള്ള രീതിയിലാവണമെന്നില്ല. അത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പോലെ, നിങ്ങൾ പറയുന്ന പോലെ ചിലവർക്ക് അങ്ങനെ തേർഡ് പാർട്ടി പേഴ്സൺ ആയിട്ട് തന്നെ ഉണ്ട്, എന്നാൽ ബാക്കിയുള്ളവർക്കൊരു ഫാമിലി മെമ്പേഴ്സ് എന്നുള്ള രീതിയിലേക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പറയാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്, നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോഴുള്ള ആ ഒരു പേഴ്സൻ്റെ ഇവിടെ നമുക്ക് ദ സെവൻ ഓഫ് സോഡ് എന്ന് പറയുന്നത് എന്താണ്, നമുക്കിവിടെ കാണാമല്ലോ ഒരു പേഴ്സണെ ഇവിടെ ഒരു കെട്ടിയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. എന്താണ് അത് സൂചിപ്പിക്കുന്നത്? കാരണം ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ, അതായത് ആ ഒരു പേഴ്സണ് വേണമെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് വരാം. പക്ഷേ എന്താണ് ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ബന്ധനങ്ങളിൽ ആ ഒരു പേഴ്സൺ ഇതിൽ നിന്നൊരു മുക്തനായിട്ട് മാറാൻ പറ്റില്ലേ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ച് നിൽക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് വിട്ടു വന്നാൽ ആദ്യം വരണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അടുക്ക തന്നെയാണ് എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് നിങ്ങളുടെ എനർജി എന്താണെന്നും കൂടി നോക്കാം. യൂണിവേഴ്സൽ ഗൈഡ് മീ, നിങ്ങളുടെ എനർജി. ഓക്കെ, നിങ്ങൾക്ക് ചുറ്റും വേറെയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകാം. അതായത് ഈ ഒരു പേഴ്സൺ തന്നെ മതി, അല്ലെങ്കിൽ സോൾമേറ്റ് ആയിട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചൂസ് ചെയ്ത് നിൽക്കുന്നുണ്ടാകാം. അതായത് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒരുപാട് അല്ലെങ്കിൽ അങ്ങോട്ട് എഫേർട്ട് എടുത്ത ആ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങോട്ട് വരട്ടെ, അല്ലെങ്കിൽ എത്രത്തോളം അങ്ങോട്ട് മീൻസ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷനിൽ ചെയ്ത് വരികയാണെങ്കിൽ എല്ലാവരും, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് കുറേ ആൾക്കാർ എന്ന് പറയുന്നത് ആക്സെപ്റ്റബിൾ ആണ്, അല്ലെങ്കിൽ കുറച്ച് സ്ലോ എനർജിയാണ്. എന്നിരുന്നാൽ പോലും എന്താണ്, ഈ ഒരു പേഴ്സണെ ഒരു കംപ്ലീറ്റ് ആയിട്ട് ലെറ്റ് ഗോ ചെയ്ത് പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ആൾക്കാർ ഈ ഒരു പേഴ്സണുമായിട്ടൊരു ഫാമിലിയാണ് എന്നുള്ളൊരു തോട്ടൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഫാമിലിയാണ് എന്നുള്ള രീതി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സണെ കംപ്ലീറ്റ് ലെറ്റ് ഗോ ചെയ്ത് പോകാൻ നിങ്ങൾക്കാവില്ല. അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ഭാഗത്താ തെറ്റെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു പേഴ്സണ് ക്ഷമ കൊടുക്കാൻ തയ്യാറാണ്, ക്ഷമിക്കാൻ വേണ്ടി തയ്യാറാണ്. കാരണം ആ ഒരു ഫാമിലി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പേഴ്സണുമായിട്ട് ഫാമിലി കണ്ടിട്ടുണ്ടാകാം. അങ്ങനെയുള്ള രീതിയിലുള്ള എനർജിയാണ് കാണിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ എനർജി പ്രകാരം എന്ന് പറയുന്നത് നിങ്ങളിപ്പം സെൽഫ് ഗ്രോത്ത് അതുപോലത്തെ കാര്യങ്ങളിൽ നോക്കുന്നുണ്ടാകാം. എന്നിരുന്നാൽ പോലും ആ ഒരു പേഴ്സൺ ഒരു ട്രാൻസ്ഫോർമേഷനായിട്ട് വരുന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് വിചാരിക്കുന്ന കുറച്ച് എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. അങ്ങനെയാണ് നിങ്ങളുടെ എനർജി നിൽക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ഒരു പേഴ്സണിൽ നിന്നും വേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. വി ഹാവ് ദ ലവേഴ്സ് കാർഡ്. ഓക്കെ, ദ ഏസ് ഓഫ് സൂഡ്, ദ ഹൈ പ്രീസ്റ്റസ്, ദ സെവൻ ഓഫ് കപ്സ്. ഓക്കെ, നിങ്ങൾക്കും ചിലപ്പം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവുന്നുണ്ടാകും. അതുപോലെ തന്നെ പക്ഷേ ആ ഓപ്ഷൻസിൻ്റെ അടുക്കൊന്നും ഈ ഒരു പേഴ്സണിൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പം ആരെ വിശ്വസിക്കും, ആരെ വിശ്വസിക്കേണ്ട എന്നുള്ള രീതിയിലുള്ളൊരു കൺഫ്യൂഷനൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാവുന്നുണ്ട് എന്നുള്ള രീതി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു ബാലൻസ്, നിങ്ങളെ തന്നെ ഒരു ബാലൻസ് ആക്കുന്ന ഒരു രീതിയിലുള്ള ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അതായത് എല്ലാ കാര്യങ്ങളും ഒരു എടുത്ത് ചാടി തീരുമാനം എടുക്കാതെ, പണ്ടൊക്കെ നിങ്ങൾ ഒരു എടുത്ത് ചാടി, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ എപ്പോൾ പോയാലും അല്ലെങ്കിൽ എവിടെ പോയി വന്നാലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള എനർജിയിലൊക്കെയുള്ള പേഴ്സൺസ് ആയിരിക്കാം, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ ഇപ്പോൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങൾ തന്നെ ആയിട്ട് മാറിയിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകും, അതിൽ നിന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ചുറ്റും യൂണിവേഴ്സിൽ തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഒരു പേഴ്സൺ എനിക്ക് ഡിസേർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു എഫേർട്ട് എടുക്കുന്നില്ല, ഞാനിനി അതായത് ഒരു സമയം നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത സമയത്ത് അതിനൊന്നും വില കൊള്ളാതെ
ചെയ്യാതെ അല്ലെങ്കിൽ അതിനൊരു ഒരു പ്രാധാന്യം പോലും തരാതെ അതിനെ തള്ളിപ്പറഞ്ഞ ഒരു പേഴ്സണാണ് ഇത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളിൽ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണോട് ഫീലിങ്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം എൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കട്ടെ എന്നുള്ള ഒരു കോൺസെപ്റ്റ് വെച്ച് നിൽക്കുന്നുണ്ട്. അതായത് ഒരു ബാലൻസ് തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു ടൈം നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്, നിങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ ആ ഒരു പേഴ്സണ് വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള ചിന്തയിലാണ് നിങ്ങൾ നിൽക്കുന്നതും. അതും ഇങ്ങനെ പോയി വരാനാണെങ്കിൽ ഇനി ഇങ്ങോട്ട് വരണം എന്നില്ല, അല്ലാത്തയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് വരികയാണെങ്കിൽ വരട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. ഇനി നേരെ മറിച്ച് ഈ ഒരു പേഴ്സൺ പോട്ടെ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇത് ടോക്സിക് ആണ് എന്ന് തോന്നുന്ന പേഴ്സൺസ് ആണെങ്കിൽ അവർക്ക് വേറെയും ഓപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്താണോ എനിക്ക് വിധിച്ചത് അതാണ് എനിക്ക് കിട്ടുക എന്നുള്ള കോൺസെപ്റ്റിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മാരേജൊക്കെ കഴിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു കാണുന്നത്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാണ്ട് ഒരു കാര്യത്തിൽ മാത്രം എഫേർട്ട് എടുത്ത് അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങൾ പരിഗണിക്കുകയും ചെയ്യുന്നില്ല, നേരെ മറിച്ച് നിങ്ങളുടെ ആ ഒരു നിങ്ങൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ചിന്തിക്കാത്ത ഒരു പേഴ്സൺസിന് വേണ്ടി എന്തിന് ഞാൻ അല്ലെങ്കിൽ ഇത്രയും കെയർ ചെയ്യണം എന്നുള്ള ഒരു മനസ്സിലൊക്കെ ഉറപ്പിച്ച് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മനസ്സിലൊക്കെ വിചാരിച്ച് മുന്നോട്ട് പോകുന്ന പേഴ്സൺസിനെ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് എനിക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. നല്ല കാര്യമാണ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളെ കെയർ ചെയ്യാത്ത ആൾക്കാർ നിങ്ങൾ കെയർ ചെയ്യേണ്ട, അത് കുറച്ച് നല്ല കാര്യം തന്നെയാണ്, നല്ല കാര്യം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങൾ അങ്ങോട്ട് എപ്പോഴും സ്നേഹത്തിന് വേണ്ടി അങ്ങോട്ട് ബെഗ് ചെയ്ത് പോകേണ്ട കാര്യമില്ല. ചില സിറ്റുവേഷൻസിൽ എന്താണ് ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷനിലൊക്കെ അനുഭവിക്കുന്നവർക്ക് വീണ്ടും വീണ്ടും ആ ഒരു പേഴ്സൺ എത്ര തന്നെ അവോയ്ഡ് ചെയ്താലും വീണ്ടും വീണ്ടും അങ്ങോട്ട് പോകുന്നുണ്ടാകാം. അപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ നോക്കി ഇപ്പോൾ നിങ്ങൾക്കൊരു ഹാപ്പിനെസ്സിനേക്കാൾ കൂടുതൽ ഒരു ബാലൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പറയാൻ വേണ്ടി പറ്റുന്നത്. നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്നും കൂടി നമുക്ക് നോക്കാം. ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചെന്ന് പറയുന്നത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് വരണം എന്നിട്ട് പിന്നെ പറയാതെ പോവുക, അങ്ങനെയുള്ള ഒരു പാറ്റേണൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു പേഴ്സണാണ്. വീണ്ടും ചിലപ്പം കുറേ ആൾക്കാരെ സംബന്ധിച്ച് ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയമാണ്, അല്ലെങ്കിൽ ഈ പേഴ്സൺ ഒറ്റപ്പെട്ട് നിൽക്കുക എന്നൊക്കെ പറയുന്നത് വളരെയധികം എന്താണ് ഒരു വലിയൊരു ശിക്ഷയെ പോലെ, ശിക്ഷ കിട്ടുന്ന പോലെയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പോഴാണ് ഈ ഒരു പേഴ്സൺ എന്താണ് ഇനിയിപ്പം ഇതിനു വേണ്ടി വർക്ക് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് കൂടുതൽ എന്നുള്ള രീതിയിലേക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ കുറേ ആളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും വീണ്ടും തിരിച്ചു വരും എന്നുള്ളതാണ് പറയാനുള്ളത്, എടുത്തു പറയാനുള്ളത്. കാരണം എത്ര തന്നെ നിങ്ങളെ കുറ്റം പറഞ്ഞു പോയിക്കോട്ടെ, എത്ര തന്നെ നിങ്ങളെ പറ്റിച്ചു പോയിക്കോട്ടെ, എത്ര തന്നെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാതെ പോയിക്കോട്ടെ, എന്ത് തന്നെ വന്നാലും ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് കുറേ ആൾക്കാരെ പേഴ്സണെ സംബന്ധിച്ച് വരാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കാര്യം ഇവിടെ മിസ്സിങ് ഉണ്ട്, ഒരുപാട് മിസ്സിങ് ഉണ്ട്. ആ ഒരു മിസ്സിങ്ങിൻ്റെ പുറത്തെന്ന് പറയുന്ന ആ ഒരു പേഴ്സൺ തന്നെ അറിയില്ല, ഒരുപാട് ചോദ്യങ്ങളുണ്ട് മനസ്സിൽ. പക്ഷേ അത് ഒരിക്കലും ഒരു കംപ്ലീറ്റ്ലി ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് വരണം എന്നുള്ള രീതിയിലല്ല അത് ഉദ്ദേശിക്കുന്നത്. പകരം ഇപ്പോഴത്തെ കാര്യത്തിൽ ആ ഒരു പേഴ്സണ് അല്ലെങ്കിൽ ഓപ്പോസിറ്റിൽ നിന്നും എന്തോ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം എക്സ്പെക്റ്റ് ചെയ്ത വഴിയിൽ നിന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ കെയർ ആയിരിക്കാം, നിങ്ങൾ പരിഗണിക്കുന്ന പോലെ തേർഡ് പാർട്ടി ആ ഒരു പേഴ്സണെ പരിഗണിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഒറ്റപ്പെട്ട ഒരു രീതിയിലുള്ള ഫീലിങ്സൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്നേരൊക്കെ നിങ്ങൾ തന്ന സ്നേഹവും നിങ്ങൾ കൊടുത്ത സ്നേഹവും ഇപ്പോഴും ഞാൻ വെയിറ്റിംഗ് ആണ്, ഈ ഒരു എനർജി പറഞ്ഞ് ഇപ്പോഴും ഞാൻ വെയിറ്റിംഗ് ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം എന്നുള്ള രീതിയിലുള്ള ഒരു ചെറിയൊരു വെയിറ്റിംഗ് സൈനൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. നമുക്ക് നോക്കാം പേഴ്സൺ ജെന്യൂൻ ആയിട്ടുള്ള ഒരു സ്നേഹം തന്നെയാണോ ആഗ്രഹിക്കുന്നത് എന്നുള്ളതും കൂടി നമുക്ക് നോക്കി നോക്കാം. We have Knight of Cups, the Ace of Swords, the Nine of Swords, okay, the Three of Wands. Bottom of the deck the Knight of Cups ആണ്. ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണും അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന സിറ്റുവേഷൻ ഓർത്തിട്ട് വളരെയധികം ഹേർട്ടായിട്ട് നിൽക്കുകയാണ്. കാരണം ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു അത്യാവശ്യമുള്ള സമയത്ത് നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് പറഞ്ഞ് എന്തെങ്കിലും പറയാനോ ഒന്നും ഒരു ക്ലാരിറ്റി തരാനോ ഒന്നും സാധിച്ചില്ല. അതിനെക്കുറിച്ച് ഓർത്ത് ഞാൻ പറഞ്ഞു ഇവിടെ ഓൾറെഡി നല്ല രീതിയിൽ റിഗ്രറ്റിംഗ് എനർജി ഫസ്റ്റ് മുതൽ നമ്മുടെ കാർഡിൽ വിസിബിളാണ് എന്നുള്ള രീതിയിൽ വീണ്ടും എഗെയിൻ ആ ഒരു പേഴ്സൻ്റെ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ബിഹേവിയർ കാരണം ആ ഒരു പേഴ്സൺ തന്നെ അറിയില്ല ഇപ്പോൾ എന്താണ് ഈ ഒരു സിറ്റുവേഷനിൽ ചെയ്യേണ്ടതെന്നാണ്. ഒരു സമയം ആ ഒരു പേഴ്സൺ വളരെയധികം മിസ് ചെയ്യുന്നു, ഉറങ്ങാൻ പറ്റുന്നില്ല, നിങ്ങളോട് ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച് ഓർത്ത് റിഗ്രറ്റ് ചെയ്യുന്നു. എന്നാൽ ഇതൊന്നും കാണിക്കാതെ വളരെ ഇമോഷണലി ബാലൻസ്ഡ് ആണ്. ഞാനാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ ഹാപ്പിയുള്ള പേഴ്സൺ എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് പ്ലസ് ദി മെജീഷ്യൻ കാർഡ് എന്നുള്ള രീതിയിൽ
കിട്ടിയിട്ടുണ്ട്. ഈ 2 കാർഡും സിംബലൈസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആഗ്രഹിക്കുകയാണ്. നമ്മൾ മനസ്സിൽ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അറിയാതെ പോലും പലപ്പോഴും മാനിഫെസ്റ്റ് ചെയ്ത് വരാറുണ്ടല്ലേ. ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും ഒരു കാര്യമില്ലാതെ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു പേഴ്സണെ കുറിച്ചുള്ള ഓർമ്മ, ചിലപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ഒക്കെ ചെയ്തിട്ട് ഒരുപാട് നാളുകളൊക്കെ ആയിട്ടുണ്ടാകും, മാസങ്ങൾ കൊല്ലങ്ങളൊക്കെ ആയിട്ടുണ്ടാകും. ചെറിയ ആളെ സംബന്ധിച്ച് കംപ്ലീറ്റ് നോ കോൺടാക്റ്റ് എന്നുള്ള രീതിയിൽ പോയവർക്കാണ്. ചിലർക്ക് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുണ്ടാവുള്ളൂ എന്നുള്ള രീതിയിലേക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്ന വീണ്ടും ദ കപ്പ് ഓഫ് ലവ്, അത് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ഈ ഒരു സിറ്റുവേഷന് പറ്റുന്നില്ല. അപ്പോൾ തമ്മിലും ഭേദം എന്താണ്, ഒരു കമ്മ്യൂണിക്കേഷനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാതെ അതുപോലെ തന്നെ മനസ്സിലാക്കി വരണം എന്നുള്ള രീതിയിലേക്ക് ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു തീരുമാനം നിങ്ങൾക്ക് വേണ്ടി എടുക്കണം എന്നുള്ള രീതിയിലൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലേക്ക് കാണിക്കുന്നുണ്ട്. കാരണം ദ നൈറ്റ് ഓഫ് കപ്സും അതുപോലെ 2 നൈറ്റ് ഓഫ് കപ്സ് ആണ്. അതായത് ഇവിടെ വെയിറ്റിംഗ് സൈൻ തന്നെയാണ്. ഇവിടെ ഇതൊരു വേറെ ഡെക്കിലത്തെ നൈറ്റ് ഓഫ് കപ്സ് ആണ്, ഇതും വേറെ ഡെക്കിലെ നൈറ്റ് ഓഫ് കപ്സ് ആണ്. അതായത് ഒരു വെയിറ്റിംഗ് സൈൻ ആണ്, കപ്പ് ഓഫ് ലവ് ആണ്, വളരെ സ്ലോ എനർജിയാണ്, ബട്ട് സ്റ്റിൽ എന്താണ്, വെയിറ്റിംഗ് ആണ്, ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ള രീതിയിലേക്ക്. പക്ഷേ ഇതിന് ഈ ഒരു പേഴ്സണ് എന്ത് റിസ്ക് എടുക്കണമെന്നോ എങ്ങനെ മുന്നോട്ട് വരണമെന്നോ ഒന്നും അറിയില്ല, ബ്ലാങ്ക് ആണ്, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള അവസ്ഥ. ബട്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെയാണ് ആ ഒരു പേഴ്സൺ വിചാരിക്കുന്നത്. ഓക്കെ, നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് കൂടി നോക്കാം. വി ഹാവ് ക്യൂൻ ഓഫ് കപ്സ്. ഓക്കെ, ഇമോഷണലി നിങ്ങൾ വളരെയധികം ബാലൻസ്ഡ് ആവുക. അതുപോലെ തന്നെ ഇമോഷണലി ബാലൻസ്ഡിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. അങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരായിരിക്കാം, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് തീർച്ചയായിട്ടും ഇനി ഒരു പേഴ്സൺ വീണ്ടും ഈ ഒരു പാറ്റേണിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇമോഷണലി സൈഡിൽ ആ ഒരു പേഴ്സൻ്റെ ചിന്തിക്കരുത്. നേരെ മറിച്ച് നിങ്ങളും നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുത്തൊരു നിങ്ങൾക്കും കൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ള, നിങ്ങൾക്കും കൂടി നിങ്ങളും ഹേർട്ട് ആവില്ല, ഇനിയുള്ളൊരു സിറ്റുവേഷനിൽ ഹേർട്ട് ആകരുത് എന്നുള്ള രീതി ബുദ്ധിപരമായിട്ടും കൂടി ഒരു തീരുമാനം എടുക്കാൻ പറ്റണം എന്നുള്ള രീതിയിലാണ്. അതായത് ഒരിക്കലും വീണ്ടും ആ ഒരു പേഴ്സൻ്റെ വശം മാത്രം ചിന്തിച്ച് വീണ്ടും നിങ്ങളുടെ ഹീലിംഗ് ഒക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ വീണ്ടും അതിനെ ബാധിക്കരുത് എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ മെമ്മറീസ് ഉണ്ടാവും. അതുപോലെ തന്നെ ആ മെമ്മറീസിനേക്കാൾ കൂടുതൽ അതൊരു ബാലൻസ് ആക്കി നിൽക്കാൻ നിങ്ങൾ ഈ ഒരു ടൈം ശ്രമിക്കണം എന്നുള്ള രീതിയിലേക്കാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷണൽ ആയിട്ടുള്ള സൈഡ് കുറച്ച് ബാലൻസ് ആക്കി വെക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴും എന്നല്ല, ചിലപ്പോൾ ചില ടോക്സിക് സിറ്റുവേഷനിൽ ബാലൻസ്ഡ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും എന്നുള്ളതാണ്. ഒരു സിറ്റുവേഷനൊക്കെ എൻഡപ്പായിപ്പോയി, ഇനി ഒരു പേഴ്സൺ വേണ്ട, ഇനി ഇതിലൊരു ഹോപ്പില്ല എന്ന് ചിന്തിക്കുന്നവർക്കാണെങ്കിൽ ഈ ഒരു മെമ്മറീസ് വെച്ചൊരിക്കലും നിൽക്കരുത്. ഗോ ഫോർവേഡ് വിത്ത് ബ്യൂട്ടിഫുൾ പേഴ്സൺ. നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഒരുപാട് നല്ല നല്ല ആൾക്കാർ നിങ്ങൾ മീറ്റ് ചെയ്യാനുണ്ട് എന്നുള്ള രീതിയിലാണ്. ഒരിക്കലും ആ ഒരു പുതിയൊരു പേഴ്സണിലേക്ക് എത്തുന്ന സമയത്ത് ഒരിക്കലും പാസ്റ്റ് മെമ്മറീസിൽ സ്റ്റക്ക് ചെയ്ത് നിൽക്കരുത്, അല്ലെങ്കിൽ പാസ്റ്റ് മെമ്മറീസ് കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്ത് പോകണം. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു പേഴ്സണുമായിട്ട് ഓർമ്മകളൊക്കെ ഉണ്ടാകാം, പക്ഷേ ആ ഓർമ്മകൾ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളുടെ ഇമോഷണലായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻറ്റ് കൊടുത്ത സമയത്ത് നിങ്ങൾ ഇത്രത്തോളം ഹേർട്ടാക്കി മാറിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത്രത്തോളം വേദനിക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇമോഷണലായിട്ടുള്ള സൈഡ് കുറച്ചങ്ങ് മാറ്റി വയ്ക്കും. ഫീലിങ്സിൻ്റെ കാര്യത്തിൽ മാത്രം കേട്ടോ, നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന സിറ്റുവേഷനിൽ മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറയുന്നത് ദ കിങ് ഓഫ് കപ്സ്, ദ ക്യൂൻ ഓഫ് കപ്സ്, ഒരു ബാലൻസിനെ കാണിക്കുന്ന ഒരു കാർഡാണ്. അതായത് വീണ്ടും വീണ്ടും ബാലൻസ്, ഇമോഷണൽ ബാലൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് കൂടുതലായിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ സോ ഗൈസ്, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായി വിശ്വസിക്കാൻ, ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത റീഡിങ് കാണുന്നവരെ ബൈ.